പ്രിയ വിദ്യാർത്ഥികളെ, പരീക്ഷാ സമയം അടുത്ത് വരുന്നുണ്ടാവും. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. മലയാളം മതിയാവോളം ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ലിങ്ക് ഷെയർ ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക. ഒപ്പം ഇവിടെ നിന്ന് ലഭിക്കുന്ന അറിവുകൾ ശരിയായ വിധത്തിൽ ഗ്രഹിക്കുക, സംശയങ്ങൾ ദൂരീകരിക്കുക, റഫറൻസ് പുസ്തകങ്ങൾ ഉപയോഗിക്കുക, കൂടുതലായി വായിക്കുക. പരീക്ഷയ്ക്ക് ചോദ്യപേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ ഉത്തരങ്ങൾ എഴുതുന്നതിന് മുമ്പ് നന്നായി ആലോചിക്കുക. സമാനതകളുള്ള പേരിലാണെങ്കിലും കാലഘട്ടത്തിലാണെങ്കിലും സമാനതകളുള്ള ഉത്തരങ്ങൾ തോന്നാം. അത് നമ്മെ ചിലപ്പോൾ കുഴിയിൽ ചാടിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് വളരെ ആലോചിച്ച് മാത്രം ഉത്തരം എഴുതാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ മലയാള നോവൽ സാഹിത്യവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് രീതിയിലും ഒബ്ജക്റ്റീവ് രീതിയിലും നമ്മൾ ഇതിനോടകം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ക്ലാസ് മുറികളിൽ കോഡ് മെത്തേഡിൽ കൃതികളുടെ പേരുകളും കഥാപാത്രങ്ങളും അവയുടെ പ്രത്യേകതകളും, പിന്നീട് ഡിസ്ക്രിപ്റ്റീവ് ലെവലിൽ കഥാസാരവുമെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വസ്തുത, എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ളത്. മാതൃകാ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ. ഓൺലൈൻ മെത്തേഡിൽ ആ ഒരു മാർഗത്തിന് പരിമിതികൾ ഉള്ളതുകൊണ്ടാണ് ആ ചോദ്യങ്ങളിൽ ഉൾപ്പെട്ട ചില ചോദ്യങ്ങൾ മാത്രം എടുത്ത് ഇവിടെ നൽകുന്നത്. ഇന്ന് മുതൽ അതൊരു സീരീസായിട്ട് നൽകുകയാണ്. കുറച്ച് ചോദ്യങ്ങൾ വീതമാണ് ആദ്യം നൽകുന്നത്. 10-25 ചോദ്യങ്ങൾ മാത്രമേ നൽകാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിൻ്റെ ഉത്തരങ്ങൾ ഒപ്പം നൽകണം എന്ന് ചിലർക്ക് അഭിപ്രായമുണ്ട്. എന്നാൽ വേണ്ട, പിന്നീട് നൽകിയാൽ മതി എന്ന് അഭിപ്രായമുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതും കൂടെ പറയുക. ഇന്നിപ്പോൾ ഉത്തരങ്ങൾ നൽകാതെ ചോദ്യങ്ങൾ മാത്രം നൽകാമെന്നാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതിയാൽ നന്നായിരിക്കും. അതിന് വിരുദ്ധമായിട്ട് ചില അഭിപ്രായങ്ങളുണ്ട്. സാർ, ഞങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിലോ? അങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നുകൂടായികയില്ലല്ലോ. പക്ഷെ ഞാൻ പറയട്ടെ, ഈ തരുന്ന ചോദ്യങ്ങളെല്ലാം മുൻകാല ചോദ്യപേപ്പറുകളിൽ വന്നവയാണ് ഭൂരിപക്ഷം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അല്ലാതെ നോർമലായിട്ട് ചോദിക്കാവുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇത് അവയിൽ ഉൾപ്പെടുന്നതാണെങ്കിലും സ്ഥിരമായിട്ട് എക്സാമുകളിൽ കണ്ടുവരുന്ന ചില ചോദ്യങ്ങൾ. ശരി, അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ക്ഷേത്രവിളക്കുകൾ എന്ന നോവൽ രചിച്ചതാര്? രണ്ടാമത്തെ ചോദ്യം, എഴുതിയെടുക്കാം കേട്ടോ. ഈ
ചോദ്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാം. ഉത്തരങ്ങൾ എഴുതി വയ്ക്കാം. കമൻറ്റ് ബോക്സിൽ ഉത്തരങ്ങൾ എഴുതാം നമ്പറിട്ട്. ഇത് ഞാനൊരു സ്ഥാപനത്തിലെ ചോദ്യനിർമ്മാണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയ മെറ്റീരിയൽ കൂടിയാണ്. അതിലെ ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഇത് ഓപ്ഷനില്ല. കൈപ്പാടൻ ഏത് നോവലിലെ കഥാപാത്രമാണ്? കൈപ്പാടൻ ഏത് നോവലിലെ കഥാപാത്രമാണ്? ഓക്കെ. നാണി മിസ്ട്രസ് ഏത് നോവലിലെ കഥാപാത്രമാണ്? നാണി മിസ്ട്രസ് ഏത് നോവലിലെ കഥാപാത്രമാണ്? എസ് എൽ പുരം സദാനന്ദൻ എഴുതിയ ഏക നോവൽ ഏതാണ്? അദ്ദേഹം നാടകകൃത്താണ്. എസ് എൽ പുരം സദാനന്ദൻ എഴുതിയ ഏക നോവൽ ഏതാണ്? മാംസപുഷ്പങ്ങൾ ആരെഴുതിയ നോവലാണ്? മാംസപുഷ്പങ്ങൾ ആരെഴുതിയ നോവലാണ്? ചിതൽ തിന്നുന്ന വാളുറ ഏത് നോവലിലെ അധ്യായമാണ്? ചിതൽ തിന്നുന്ന വാളുറ ഏത് നോവലിലെ അധ്യായമാണ്? മാര ഏത് നോവലിലെ കഥാപാത്രമാണ്? മാര ഏത് നോവലിലെ കഥാപാത്രമാണ്? പൊന്നറ ശ്രീധരനെ പറ്റി മലയാറ്റൂർ എഴുതിയ നോവൽ ഏതാണ്? പൊന്നറ ശ്രീധരനെ പറ്റി മലയാറ്റൂർ എഴുതിയ നോവൽ ഏതാണ്? എസ് കെ പൊറ്റക്കാടിൻ്റെ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള നോവൽ ഏതാണ്? എസ് കെ പൊറ്റക്കാടിൻ്റെ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള നോവൽ ഏതാണ്? സിരഹസ്തിന ഗ്രാമം ഏത് നോവലിലാണ് കാണുന്നത്? സിരഹസ്തിന ഗ്രാമം ഏത് നോവലിലാണ് കാണുന്നത്? ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഉത്തരങ്ങൾ നിങ്ങൾ എഴുതുക. ഇപ്പോൾ 10 ചോദ്യങ്ങളായി. ഈ 10 ചോദ്യം കേട്ടിട്ട് നമ്പറിട്ട് ഉത്തരം എഴുതുക. അറബിപ്പൊന്നിലെ പ്രധാന കഥാപാത്രം ഏത്? അറബിപ്പൊന്നിലെ പ്രധാന കഥാപാത്രം ഏത്? അടുത്തത്, തലേന്നാൾ രാത്രി ആ വീട്ടിൽ ഒരു ആത്മഹത്യ നടന്നു. അവിശ്വസനീയമായ വിധത്തിലുള്ള ഒരു ആത്മഹത്യ. ഇങ്ങനെ ആരംഭിക്കുന്ന നോവൽ ഏത്? തലേന്നാൾ രാത്രി ആ വീട്ടിലൊരു ആത്മഹത്യ നടന്നു. അവിശ്വസനീയമായ വിധത്തിലുള്ള ഒരു ആത്മഹത്യ. ഇങ്ങനെ ആരംഭിക്കുന്ന നോവൽ ഏത്? ഭൂതരായർ എന്ന നോവലിൻ്റെ മറ്റൊരു പേര്? ഭൂതരായർ എന്ന നോവലിൻ്റെ മറ്റൊരു പേര് എന്ത്? യോഹന്നാൻ ഏത് നോവലിലെ കഥാപാത്രമാണ്? യോഹന്നാൻ ഏത് നോവലിലെ കഥാപാത്രം? സ്കോട്ടിൻ്റെ ഐവാനോയിലെ നോർമൻ യോദ്ധാക്കളുടെ സ്ഥാനം CV കൃതിയിൽ നൽകിയിട്ടുള്ളത് ആർക്കാണ്? സ്കോട്ടിൻ്റെ ഐവാൻഹോയിലെ നോർമൻ യോദ്ധാക്കളുടെ സ്ഥാനം CV കൃതിയിൽ നൽകിയിട്ടുള്ളത് ആർക്കാണ്? തകഴിയുടെ അപൂർണമായ നോവൽ ഏതാണ്? തകഴിയുടെ അപൂർണമായ നോവൽ ഏതാണ്? ധൂമകേതുവിൻ്റെ ഉദയം എന്ന ചരിത്ര നോവൽ എഴുതിയത് ആരാണ്? ധൂമകേതുവിൻ്റെ ഉദയം എന്ന ചരിത്ര നോവൽ എഴുതിയത് ആരാണ്? ഉണ്ണുനീലി സന്ദേശത്തിൻ്റെ പശ്ചാത്തലത്തിൽ
PM നായർ രചിച്ച നോവൽ ഏതാണ്? ഉണ്ണുനീരി സന്ദേശത്തിൻ്റെ പശ്ചാത്തലത്തിൽ PM നായർ രചിച്ച നോവലാണ് ശങ്കരഗിരി എന്ന ചരിത്ര നോവൽ എഴുതിയത് ആരാണ്? ശങ്കരഗിരി എന്ന ചരിത്ര നോവൽ എഴുതിയത് ആരാണ്? നരേന്ദ്രപ്രസാദ് എഴുതിയ നോവൽ ഏത്? രംഭാഗഡ് എന്ന കോട്ട ഏത് നോവലിലാണ് കഥാപശ്ചാത്തലമായി വരുന്നത്? രംഭാഗഡ് എന്ന കോട്ട ഏത് നോവലിലാണ് കഥാപശ്ചാത്തലമായി വരുന്നത്? ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം കൂടുതലുള്ള തിയ്യൂർ എന്ന ഗ്രാമം ഏത് നോവലിലെ കഥാപശ്ചാത്തലമാണ്? ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം കൂടുതലുള്ള തിയ്യൂർ എന്ന ഗ്രാമം ഏത് കഥാപശ്ചാത്തലത്തിലാണ്? ധർമ്മപുരം എന്ന സാങ്കല്പിക രാജ്യത്തെ നിഷ്ഠൂര ഭരണത്തെക്കുറിച്ച് പറയുന്ന മലയാള നോവൽ. ധർമ്മപുരം എന്ന സാങ്കല്പിക രാജ്യത്തെ നിഷ്ഠൂര ഭരണത്തെക്കുറിച്ച് പറയുന്ന മലയാള നോവൽ ഏതാണ്? അപ്പോൾ ഇതിൻ്റെ ഇത്രയും ഉത്തരം. പത്ത് 12 ചോദ്യങ്ങൾ കൂടുതലായി എന്ന് തോന്നുന്നു. അതിൻ്റെ ഉത്തരം നിങ്ങൾ കണ്ടെത്തി എഴുതുക. ഒരു 2 ചോദ്യം കൂടെ. കാളികാവ് എന്ന സ്ഥലത്ത് നടക്കുന്ന ഒരു വിഗ്രഹമോഷണത്തെ പറ്റി അവസർപ്പക നോവലിൻ്റെ മാതൃകയിൽ സേതു എഴുതിയ നോവലേത്? കാളികാവ് എന്ന സ്ഥലത്ത് നടക്കുന്ന ഒരു വിഗ്രഹമോഷണത്തെ പറ്റി അവസർപ്പക നോവലിൻ്റെ മാതൃകയിൽ സേതു എഴുതി തയ്യാറാക്കിയ നോവലേതാണ്? പി കേശവദേവിൻ്റെ ഏത് നോവലിലെ കഥാപാത്രമാണ് തത്ത? പി കേശവദേവിൻ്റെ ഏത് നോവലിലെ കേന്ദ്ര കഥാപാത്രമാണ് തത്ത? അപ്പോൾ ഇത്രയും ചോദ്യം മതി ഇന്നത്തേക്ക്. അപ്പോൾ എല്ലാം കൂടെ ഒരു 10-22 ചോദ്യത്തിൽ കൂടുതലായെന്ന് തോന്നുന്നു. അപ്പോൾ ഇതെല്ലാം നമ്പറിട്ട് ഇതിൻ്റെ ഉത്തരം എഴുതുക. നോക്കിയതിന് ശേഷം അഭിപ്രായം പറയാം. ആവശ്യമെങ്കിൽ ഉത്തരം പറയാം. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ചോദ്യം മാത്രമായിട്ട് തന്നിട്ട് ഉത്തരം നിങ്ങൾ എഴുതി അത് പിന്നീട് മറ്റൊരു അവസരത്തിൽ ഡിസ്കസ് ചെയ്യുന്നത് മതിയോ എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. അല്ല എന്നുണ്ടെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾക്കൊപ്പം തന്നെ ഉത്തരം കൂടി നൽകാൻ ശ്രമിക്കും. താങ്ക് യു.